ഇന്ന് നമ്മൾ പപ്പാട നാട്ടിലേക്കാണ് പോന്നേ. കാണാൻ നല്ല രണ്ട് സൈഡിലും നല്ല ഭംഗിയാ പപ്പാട നാട്. രണ്ട് സൈഡുകളിലും തേക്കും കാടുകളും നല്ല ഗ്രീൻ സ്ഥലമാണ്. ഇത് പത്തനംതിട്ട ജില്ലയുടെ തന്നത്തോട് പഞ്ചായത്താണ്. ഹായ് ഫ്രണ്ട്സ്, കിംഫ്ലോ 41. ഇപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ ജന്മസ്ഥലമായ നാട്ടിലേക്കൊന്ന് പോവുകയാണ്. അവിടെ ഇപ്പോൾ നമ്മുടെ കുടുംബക്കാരൊക്കെ ഉണ്ട്, കുറച്ച് റബ്ബറുണ്ട്. അതിന് കഴിഞ്ഞ മാസം പോയി വളമിട്ടിരുന്നു, പിന്നീട് അങ്ങോട്ട് പോയില്ല. വളം എന്നിട്ടോ അന്ന് തൊട്ട് മഴയാണ്, പിന്നെ വെട്ടാനൊന്നും പോയില്ല. ഇപ്പം ചേട്ടനുണ്ട്, മൂത്ത പെങ്ങളുണ്ട്, എല്ലാവരും താമസിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ വെറുതെ ഒന്ന് പോയേക്കാന്ന് ഓർത്തു. അപ്പോൾ ഇന്ന് പോകുമ്പോൾ ഇഷാനുണ്ട്, ഞാനുണ്ട്, മാഷിയുണ്ട്, സച്ചുണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ ഇരുന്നു ചെറിയ ട്രിപ്പ് പോകും, സ്ഥലമൊക്കെ നോക്കി വരാമെന്ന് പറഞ്ഞിരുന്നു ഓർത്തു. അപ്പം ഇന്ന് വലിയ മഴ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് പോവുകയാണ്. നല്ല സ്ഥലമാണ്, ഇഷാന് എപ്പോഴും ഇഷ്ടമാണ് അവിടേക്ക്. ഇഷാനും സച്ചുവിനൊക്കെ ഇഷ്ടമാണ്, കാരണം അവിടെ കുളിക്കാനും വെള്ളമുണ്ട്, നല്ല തണുത്ത വെള്ളം കിട്ടും. ഇപ്പോൾ മോളുണ്ട്, മോക്കും അവിടെ പമ്പിൽ ഇഷ്ടമാണ്. അപ്പോൾ കണ്ടോ, ആ സ്ഥലങ്ങളൊക്കെ കണ്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വലിയ വലിയ തേക്കുകളൊക്കെ വെട്ടിയിട്ട് വീണ്ടും തൈ തേക്കുകൾ വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. നല്ല കാണാൻ നല്ല ഭംഗിയാണ്. ഇഷാനും സച്ചുവിനൊക്കെ വലിയ ഇഷ്ടമാണ് എപ്പോഴും പോകാൻ അവിടെ. ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ മാസത്തിൽ 1-2 വട്ടമൊക്കെ പോവും, മനസ്സൊന്ന് ഫ്രഷായിട്ട് വരാം. അത്രയ്ക്ക് നല്ല രണ്ട് സൈഡും നല്ല പച്ചപ്പായ സ്ഥലമാണ്, കാണാൻ നല്ല ഭംഗിയായ സ്ഥലമാണ്. അപ്പോൾ പതുക്കെ വണ്ടി ഓടിച്ച് പോകാനും തിരിച്ച് വരുമ്പോൾ രാത്രിയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകളെയും കാണാനും പറ്റും, ആനയും കാണാൻ പറ്റും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏകദേശം താഴെ അപ്പോൾ അവിടെ കാടിൻ്റെ സെൻട്രലായിട്ടൊരു ചെറിയ കടയൊക്കെ ഉണ്ട്. ഒരു ബംബു ഹാട്ടുണ്ട്, ബംബു ഹാട്ടിന് അനുബന്ധിച്ചൊരു കടയുണ്ട് അവിടെ. ആ കടയിലെ ആഹാരങ്ങൾ നല്ല രുചിയാണ് കഴിക്കാൻ. ഇപ്പോൾ ഞങ്ങൾ എപ്പോൾ പോയാലും അവിടെ നിർത്തി ഒന്ന് ഇറങ്ങി ഒരു ചായ ഒരു കടിയൊക്കെ കടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട്, മോൾക്കും അവിടുത്തെ പലഹാരങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി. പിന്നെ അവിടെ കഴിക്കാനായിട്ടൊന്നുമില്ല, ഞങ്ങൾ ചെന്ന് വെച്ച് താമസിച്ച് പോയി. ഇന്ന് കഴിക്കാനായിട്ട് അവിടെ അധികം ഒന്നുമില്ല, കപ്പ കറിയൊന്നും ഇല്ല ഇന്ന്. നാരങ്ങ വെള്ളമുണ്ട്, പിന്നെ ചായ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇപ്പം ഇരിക്കുന്നു. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് ഇതിൻ്റെ വല സൈഡിലായിട്ട് ആറുണ്ട്, ഒരു കല്ലാറ്. അതൊരു നല്ലൊരു നദിയാണ്. അപ്പോൾ ആ നദിയൊക്കെ ഒന്ന് കാണാമെന്ന് വെച്ച് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ജീവിതം എത്ര ബിസി ആയാലും ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒരു മാസം 1-2 വട്ടം ഒന്ന് കണ്ടാൽ എന്തൊരു മനസ്സ് കിട്ടുന്ന സുഖമുണ്ടല്ലോ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കാട്ടിൽ ഊഞ്ഞാലൊക്കെ ഉണ്ട്, ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി. ഞങ്ങളെല്ലാവരും ഒരു വട്ടം ആടി, ഇഷാനാടി, ഇപ്പോൾ എല്ലാവരും ആടി. ഇപ്പോൾ മോളാടുന്നുണ്ട്, സച്ചു ഏകദേശം ആടിയിട്ട് അവൻ സൈഡിലായി. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഏകദേശം നമ്മുടെ കോന്നിയിൽ നിന്നൊരു 17 കിലോമീറ്റർ ഉണ്ടാവും. അവിടെ ചെന്നാൽ ഒരു മനസ്സിൻ്റെ ഒരു സുഖം, ആ സുഖമൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകാം. കാടിൻ്റെ ആ സൗന്ദര്യം ഒക്കെ അന്ന് ആസ്വദിച്ച് പോകാം. വണ്ടിയൊക്കെ ഒതുക്കുന്ന സ്ഥലമുണ്ട്. പക്ഷേ ഇപ്പോൾ ആറ്റിൽ ഒരുമാതിരി നല്ല വെള്ളമുണ്ട്. ഇത് കല്ലാറെന്നാണ് അറിയപ്പെടുന്നത്. ഇത് പലവട്ടവും ആന വന്ന് എടുത്തിട്ടുണ്ട് ഈ കട. അപ്പോൾ ഞങ്ങൾ പതുക്കെ ആ നദിയുടെ തീരത്തേക്ക് പോകുന്നു. ആ നല്ല വെള്ളം കണ്ടോ, നല്ല ശുദ്ധമായ വെള്ളം ആണ് വരുന്നത്. ചില സമയങ്ങളിൽ നല്ല വെള്ളം വരെ ഉണ്ടാവും. ഇപ്പം നോർമലാണ്, കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ ഏതായാലും നിഷാനെ അവിടെ ഇറക്കി വിടുന്നില്ല. ഏകദേശം കാണാൻ നല്ല ഭംഗിയുള്ള വെള്ളമാണ്, കണ്ടോ, അടിത്തട്ട് വരെ നല്ല ഭംഗിയായിട്ട് കാണാം. കുളിക്കാനാണല്ലോ എന്ത് തണുപ്പുള്ള വെള്ളമാണെന്നറിയാമോ. നല്ല ശുദ്ധമായ വെള്ളം, കുളിക്കാനും ആൾക്കാരൊക്കെ ഉണ്ട്, കുളിക്കാനൊക്കെ വരും. ഇഷാന് കുളിക്കണമെന്നൊക്കെ ഉണ്ട്. എപ്പോൾ ഞങ്ങൾ വന്നാലും ഒന്ന് ഇറങ്ങി ഇഷാനെയൊക്കെ ഒന്ന് സച്ചിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ചമാരൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ടേ പോകത്തുള്ളൂ. കണ്ടോ സ്ഥലം കണ്ടോ, ഭംഗി, ആ വെള്ളത്തിൻ്റെ ആ കളറ് കണ്ടോ. ചെറിയ ചാറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.